ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു എഗ്ഗ് സാൻഡ്വിച്ച് കണ്ടാലോ. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് എഗ്ഗ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്ന ഒരു ഇതാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ 2 മുട്ടയാണ് കേട്ടോ ഇതിനകത്ത് എടുക്കുന്നത്. നല്ല ഹാർഡായിട്ട് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള ഇതൊക്കെ നല്ലതുപോലെ കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അതിനുശേഷം ഇതുപോലെ നമ്മൾ ക്യാരറ്റൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനകത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇത് പൊടിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമ്മളിപ്പോൾ 2 മുട്ടയുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് മുന്നിട്ട് നിൽക്കണം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പകുതി സവാള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ പിന്നെ ഇത് ലൂസായി പോകുന്നുണ്ട്. കുറച്ച് സവാള, കുറച്ച് മല്ലിയില അരിഞ്ഞതും, പിന്നെ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണീസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലേശം ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മയോണീസിൽ ഉപ്പ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തത് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. അതിനകത്ത് നിന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു പരുവാവരുത്, കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ടിനകത്തേക്കും നല്ല ഇതായിട്ട് കട്ടിക്ക് തന്നെയാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഞാൻ സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്ന ഒരു എഗ്ഗ് സാൻഡ്വിച്ച് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ബ്രെഡ് പീസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനകത്ത് പുറത്തേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും കൊടുത്തു വിടാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് നമ്മുടെ തവയിൽ വെച്ചിട്ടൊന്ന് ഇതാക്കിയെടുക്കും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്കും പുറമെ ഫസ്റ്റ് മേളിൽ കാണുന്ന ഭാഗത്ത് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാനിൽ ഇട്ടതിന് ശേഷമാണ് അപ്പുറത്ത് മറു സൈഡ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ 2 സൈഡും കൂടി എടുക്കുമ്പോൾ ചിലപ്പം ഫില്ലിങ് ചിലപ്പോൾ പുറത്തോട്ട് പോകുക. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു പാനിൽ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അധികം ചൂടാവരുത്, പെട്ടെന്ന് ബ്രെഡിൻ്റെ അടിയൊക്കെ കരിഞ്ഞു പോകുവേ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചൂടോടുകൂടി വേണം വെച്ച് കൊടുക്കാൻ. അതിനുശേഷം കമത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് കുറച്ച് വെണ്ണയും കൂടി ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നിടം വരെ ഒന്ന് എടുത്താൽ മതി. ഓവറായിട്ട് ഇതായി പോകരുത്. കളറൊക്കെ ചേഞ്ചായി ഒത്തിരി കളറ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നത്തില്ല. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടിരുന്നാൽ മാത്രമേ അവരൊക്കെ കഴിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട് നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റാപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഇത് ഫോയിൽ ചെയ്യുന്ന എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് പോകാതെ തന്നെ അതിനകത്തിരുന്നോളൂ കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ എഗ്ഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു രീതിയാണ്, ഞാൻ പല രീതിയിലും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു രീതിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ആകുമ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഈ എഗ്ഗ് ചില പിള്ളേർ പുഴുങ്ങിയതൊക്കെ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് പോകുന്ന പോലും അറിയത്തില്ല. അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് സാൻഡ്വിച്ചാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.